എന്താണ് ബോളാഗോളം ഈ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് തിയേറ്ററിൽ എത്തുന്നത്? എന്തുകൊണ്ടാണത്? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ ഇതിന്റെ ഷൂട്ട് തുടങ്ങിയത്? ഫുട്ബോളിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡിലേ വന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. ഈ വേൾഡ് കപ്പ് വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് സമയം എടുത്തു, അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി. കാരണം ഇത് ഫുട്ബോളിന്റെ പീക്കായ സമയമാണ്. അപ്പോൾ തിയേറ്ററുകളിലേക്കുള്ള ആൾ വരുമോ എന്നുള്ള ഒരു സന്ദേഹമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് സിനിമയ്ക്ക് നല്ല റിവ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് ഹോപ്പ്ഫുള്ളാണ്, പ്രതീക്ഷയാണ്. നമുക്ക് എന്റെ കഥയിലേക്ക് കിടക്കുന്ന മുമ്പ് ഉണ്ണിയേട്ടോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് സിനിമ? ഞാൻ കണ്ടതാണ്, തകർത്തിട്ടുണ്ട്. സിനിമകൾ കണ്ടില്ലേ? അതെ, ശരിക്കും എങ്ങനെയാണ് ഫുട്ബോളൊക്കെ പണ്ട് ഫുട്ബോളിന്റെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് കുറെ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? കൊടുത്തിട്ടുണ്ടോ? ഞാൻ അതിനെ പറ്റിയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അഭിനയത്തിന് വിളിക്കൽ തന്നെ, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് ഉണ്ണിയേട്ടൻ റഫറിയാണ്. അതെ 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 അതെ. എന്നാലും പഴയ പുലിയാണ് ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പഴയ പുലിയാണ്. കളിച്ചിരുന്നു, സെൻട്രൽ ഫോർവേഡായും ബാക്കായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമ ശരിക്കും ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കഥയിലേക്ക് പോകുന്നില്ല എങ്കിലും അതായത് ഫുട്ബോളാണ് ലഹരി അല്ലെ? നമ്മള് ഓരോരുത്തർക്കും ഓരോ ലഹരിയാണ്. അപ്പൊ നമ്മൾ മറ്റ് ലഹരിയിൽ നിന്നൊന്നും വഴി മാറാനായിട്ട് ഫുട്ബോൾ തിരഞ്ഞെടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചോദിച്ചത് കുറച്ചും കൂടി, ഇപ്പൊ നിങ്ങളെല്ലാവരും മലപ്പുറത്താണ് അല്ലെ? അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ജീവിതമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ ജീവിതത്തിൽ നിന്നാണോ ഈ കഥ വന്നത്? തീർച്ചയായും ഇത് ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരുന്നതും ആ ഗ്രൗണ്ട് ഒരു വർഷത്തിന് ശേഷം നഷ്ടപ്പെടുന്നതും ഈ സിനിമേന്റെ ഒരു പ്രമേയമാണ്. അതിന് നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിനെ നമ്മൾ ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് വൈബിന് വേണ്ടിയിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ടിക്കറ്റ് സ്റ്റോക്കൺ എന്നാണ് ഈ ഒരു സിനിമേൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും ഒരു ഗ്രൗണ്ട് റീബിൽഡ് ചെയ്യാനുള്ള ഒരു ടോക്കൺ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. സിനിമേൻ്റെ വരുമാനം നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തൊരു സിനിമ കാണാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സിനിമ ഇവിടെ കാണുമ്പോൾ സിനിമ സ്ക്രീനിലല്ല, ഇത് സംഭവിക്കുന്നത് റിയൽ ലൈഫിലാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് റിയൽ ലൈഫിൽ വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രമേയം അതാണ്. ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ് അല്ലെ? നടന്നിട്ടുള്ള സംഭവമാണ്, നാട്ടിൽ നഷ്ടപ്പെട്ടു. പിന്നെ ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ BBC ഡോക്യുമെന്ററി ഉണ്ട്. അവിടുത്തെ ടീനേജ് ആദ്യം കാണിക്കുന്നുണ്ട്, അതിന്റെ ടൈറ്റിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ താങ്കാർഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ സിനിമയിൽ പറയുന്നുണ്ട്, കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂത്ത് ഡെവലപ്മെന്റ് ആശയത്തിന് മലപ്പുറത്തൊരു മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതും ആ കോച്ചിന്റെയും ശിഷ്യന്റെയും ആത്മബന്ധത്തിലൂടെയാണ് കഥ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഉണ്ണിയിട്ട് ഇപ്പൊ ഇതിൽ കഥ പറയുന്ന പോലെ ഇപ്പൊ കുട്ടികൾ കൂടുതൽ മറ്റ് ലഹരികളിലേക്ക് മാറുന്നു? നിങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനത്തെ ലഹരി ഒന്നുമില്ല, ഫുട്ബോൾ തന്നെയാണ് ലഹരി. ഞങ്ങളുടെ കാലത്ത് ലഹരിയൊക്കെ ഉണ്ട്, കള്ളുണ്ട്. അല്ല, എന്നാലും ഇന്ന് അതല്ലല്ലോ, ഇന്ന് വേറെ തരം ലഹരിയാണ്. അതൊന്നും അന്നില്ല. അന്ന് കള്ളും മറ്റുള്ള സാധനങ്ങളൊക്കെ അന്നുണ്ട്. പക്ഷെ ഈ വക ഐറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പുതിയ മോഡൽ എന്തൊക്കെ കുന്തങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ ചെറുപ്പത്തിലില്ല. ഇപ്പോ ഈ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ ഉപദേശിക്കാറുണ്ടോ ഈ കുട്ടികളൊക്കെ ഇതിലോട്ട് പോകാൻ? ഉണ്ണിയേട്ടൻ ഇത്രയും തീർച്ചയായിട്ടും നമ്മളെന്തെങ്കിലും ആൾക്കാർ വരികയില്ല. ഞാൻ ഉപദേശിക്കുകയും ചെയ്യും, ആ വഴിക്ക് പോയിരുന്നു. പേടിയാണോ അവിടുത്തെ പിള്ളേർക്കൊക്കെ? ഉണ്ണിയേട്ടനെ പേടിയാണോ? പിന്നെ എന്റെ അടുത്ത് ആ ഭാഗത്തൊന്നും ആയിട്ടും കുട്ടികളൊന്നും വരില്ല. എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? എങ്ങനെയായിരുന്നു? എനിക്കൂടെ സിനിമയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. ലൊക്കേഷൻ ഉണ്ണിയേട്ടൻ വളരെ കംഫർട്ടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. ഉണ്ണിയേട്ടന് നോ പറയേണ്ട കാര്യങ്ങൾ നോ പറയും, യെസ് പറയേണ്ട അടുത്ത് യെസ് പറയും. പിന്നെ ഇതിനകത്ത് ഉണ്ണിയേട്ടൻ സീനിയർ ക്യാരക്ടറാണ്, മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ആളാണ്. വളരെ ഇപ്പം ഇതിനകത്ത് ഒരുപാട് വ്ളോഗേഴ്സ് വരുന്നുണ്ട് നടീനടന്മാരോടൊപ്പം. അതേപോലെ കൈലാഷ്, എനിക്ക് ഇതില് ഉണ്ണിയേട്ടനും കൈലാഷ്, ബാക്കിയൊക്കെ ന്യൂ ഫേസസ് ആണ്. നമുക്ക് അഖിലും ആലിയും ഒക്കെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൈലാഷിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ്? കൈലാഷ് ചേട്ടൻ ഇതിനകത്ത് ബാബ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. നാട്ടിലുള്ള ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. പിന്നെ എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഉപദേശം വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു കൺസേൺ പേഴ്സൺ ആയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലത്തെ ഒരു താരം തന്നെ യൂസ് ചെയ്യാൻ കുറച്ചൊരു സീനിയർ സിറ്റിസൺ അതിനകത്ത് വേണമെന്ന് തോന്നിയോണ്ടാണ്. അദ്ദേഹത്തിന് മുമ്പ് പരിചയമുണ്ടോ? ഞാൻ ചേട്ടന് മുന്നേ പരിചയമില്ല, DOP ത്രൂ ആണ്, ജിബ്രാൻ ത്രൂ ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ബാക്കി സെലക്ഷൻ? ഇതിൽ കുറെ കുട്ടികൾക്കൊക്കെ അതിൽ മെയിൻ റോൾ, ഞാൻ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോയി, ഫുട്ബോൾ പ്ലെയർ തന്നെയാണ് ശരിക്കും അനിയൻ ക്യാരക്ടർ ചെയ്യുന്നത്. അനിയൻ കാശി അല്ലേ? കാശി അവന്റെ റിയൽ പേര്. ശരിക്കും ഫുട്ബോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു. അവന് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇന്ത്യൻ നാഷണൽ റഗ്ബി പ്ലെയർ ആണ്. പിന്നെ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ കാസ്റ്റിംഗ് വളരെ ടഫായിരുന്നു. കാരണം നമുക്കൊരു കളി വേണം, ഇമോഷണൽ ട്രാക്ക് ഉണ്ട്, പിന്നെ അതിനകത്ത് പ്രണയം വരുന്നുണ്ട്, ഒരു സോങ് ഒക്കെ ഉണ്ട് അവരുടെ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ അത്
ആ ക്യാരക്ടർ പിടിച്ചു പോയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് പാളിപ്പോകും. പാളിപ്പോകും. അതെ, അതെ, കളി ഇമ്പോർട്ടൻ്റ് ആണ്, അത് സെയിം ടൈം ഇമോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ടഫ് ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് കാശി അത് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ണിയേട്ടാ പുതിയ പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ അവരുടെയൊക്കെ പെർഫോമൻസ് നേരിട്ട് കാണുമ്പോൾ ചിന്തിക്കില്ല. അല്ല അങ്ങനെ അവരുടെ ഒരു കഴിവുകളൊക്കെ നേരിട്ട് കാണുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പഴയ ഞങ്ങള് ഇന്നത്തെ അഭിനയവും അന്നത്തെ അഭിനയവും കൂടി ഒരുപാട് മാറ്റമുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ മുഖത്ത് വരണ ഈ നവരസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല അതൊന്നും. റീൽസിന്റെ കാലമാണ്. റീൽസിന്റെ കാലം. എന്തോ സിനിമ എന്താ നടക്കുന്നത്, 4 ചെക്കന്മാർ മോട്ടോർ സൈക്കിളായിട്ടാണ് പോണ്. അത് അവിടെ എവിടെയെങ്കിലും വെച്ച് അവസാനിക്കുന്നത്. അച്ഛനും ഇല്ല, അമ്മയില്ല, നായകനും ഇല്ല, നായകയില്ല, തള്ളയും നന്ദിയും ഒക്കെ വേണ്ടേ. ആ കുടുംബം ഇന്നത്തെ പടങ്ങളിൽ ഇല്ല. നമ്മളെ സിനിമയിലത്തെ കുടുംബം, ഈ സിനിമയിലെ കുടുംബമാണ് കുടുംബമുള്ളത്. അതെ, അതെ. ഇതിൽ ശക്തമായിട്ടുള്ള അമ്മ കഥാപാത്രങ്ങളുണ്ട്. മറ്റേത് 4 മോട്ടോർ സൈക്കിളും 4 ചെക്കന്മാരും. അത് എവിടെ പോണി എന്തൊക്കെ നടക്കില്ല. ഞാൻ ആ വഴിക്കന്നെ പോക്കില്ല സിനിമ. പക്ഷെ ഇങ്ങനെ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനത്തെ സിനിമയിൽ ഒരു മോട്ടോർ സൈക്കിളിന്റെ പിന്നിലിരിക്കുന്ന ഒരു കഥാപാത്രത്തെ വിളിക്കില്ല. ഞാൻ പോയില്ല, വിളിക്കില്ല. അവസരം നഷ്ടപ്പെടും. വേണ്ട, പറയുമ്പോ സൂക്ഷിച്ചു പറയണം. അതാണ് പ്രശ്നം. എന്റെ പണി ഇതല്ല. എന്റെ പണി നാൽക്കാലി കച്ചവടക്കാരനെ. എനിക്ക് പറ്റാവുന്ന സിനിമ വിളിച്ചെങ്കിൽ മാത്രമേ പോകൂ. ചില സെറ്റിൽ നിന്ന് എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പണിയൊക്കെ പറഞ്ഞ് ഞാൻ പോരും ചെയ്യും. ഈ കഥാപാത്രം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്ന കഥാപാത്രം ചെയ്യുള്ളൂ? തീർച്ചയായിട്ടും. അങ്ങനെയുണ്ട്. എന്നെ കൊണ്ട് ഒരു ഓഫീസറാക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ട അറിയുന്നത്. എനിക്ക് പറ്റാവുന്ന ചില വേഷങ്ങളുണ്ട്, നാടൻ വേഷങ്ങൾ മനസ്സിൽ, അത് മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ. മറ്റേത് നിങ്ങൾ എന്ത് തരാന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ച് വ്യത്യസ്തത ചെയ്ത ഒരു വെല്ലുവിളിയല്ലേ? പറ്റാത്തത് ചെയ്യുമ്പോഴാണല്ലോ ഒരു വെല്ലുവിളി. പറ്റാത്തത് പറഞ്ഞാൽ അങ്ങനത്തെ വേഷങ്ങളോ കടുപ്പപ്പെട്ടൊക്കെ ഞാൻ ചെയ്യും. വേഷം എനിക്കൊന്നും വലിപ്പമില്ല. പക്ഷെ വലിയൊരു ഓഫീസറോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല പറയും. കാരണം എന്റെ ഇത് അതിന് പറ്റണതല്ല. ഒരു വില്ലൻ റോള് അതൊക്കെ ഞാൻ ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. അഭ്യാസങ്ങളും ഉന്നയായിരിക്കും ആരും പറഞ്ഞില്ല. ഇപ്പൊ എത്ര സിനിമയായി? ഒരു 10-47 സിനിമ അവാർഡും വാങ്ങിയിട്ടുണ്ട്. നിസ്സാരക്കാരനല്ല, അതന്നെ പറഞ്ഞത്. എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചപ്പോ ഈ ബാക്കി റീൽസ് ഒക്കെ ചെയ്യുന്ന കൂടുതൽ പേരുണ്ട്. ഉണ്ണിയേട്ട എത്ര സീനിയറാന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി വെച്ച് നോക്കും. ഇവരെ സിങ്ക് ആക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? സിങ്ക് ആക്കാൻ തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ട്രാക്കിൽ വന്നു. പിന്നെ ഉണ്ണിയേട്ടന്റെ ക്യാരക്ടർ എന്താന്നുള്ളത് ഉണ്ണിയേട്ടന്റെ ഒരു ഭാഗത്ത് പെർഫോം ചെയ്യുമ്പോൾ റീൽസ് ചെയ്യുന്ന അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്. സീനിയർ ആളാണ്. അപ്പൊ അവർ ആ റെസ്പെക്ടോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. ഇതിൽ കുറെ ക്രൗഡ് സീനുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ആ നാട്ടുകാരൊക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ നിങ്ങളുടെ തന്നെ നാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് കുറച്ചുകൂടി അതുകൊണ്ടാണോ നിങ്ങളുടെ തന്നെ നാട്ടിൽ അത് ചെയ്തത്? അതുകൊണ്ടാണ് നമ്മൾ നാട് തിരഞ്ഞെടുത്തത്. പിന്നെ ലൊക്കേഷനിൽ നമുക്ക് വേണ്ട വീടുകളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ സറൗണ്ടിങ്ങിൽ വരുന്ന ഒരു സിറ്റി നമുക്ക് വേണം, ഒരു ഗ്രാമം വേണം. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറമൊക്കെ പോയി നോക്കി. പക്ഷെ നമുക്ക് ആപ്റ്റായിട്ട് കിട്ടി. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ. ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്ത് വേറെ നാട് നോക്കിയിട്ട് ആ ഗ്രൗണ്ട് മാനേജ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ ഇത് റിയൽ നടന്ന കുറെ ഇൻസിഡൻസിനെ കൂടിയും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ എവിടെയെങ്കിലും ഈ അഖിലിന്റെ കഥാപാത്രം എവിടെയെങ്കിലും സംവിധായകന്റെ റിയൽ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതിൽ എഴുതുമ്പോഴെന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതുപോലെ ഒരു നാട്ടിലെ ഇത് പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് നേരെയാക്കി എടുക്കണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമങ്ങൾ? തീർച്ചയായിട്ടും ആ ക്യാരക്ടറിനെ പേഴ്സണലി ഒരുപാട് കണക്ഷനുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ചിലത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളിത് ഒരു വിഷയമായിട്ട് മാത്രം നിൽക്കും. അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിലൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും സിനിമ ഇപ്പൊ തിയേറ്ററിൽ എത്തുകയാണ്, ജനങ്ങളിലേക്ക് എത്താണ്. റിവ്യൂ കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എന്ത് തോന്നുന്നു? ഒരു സിനിമ പ്രേക്ഷകർ ഇത് കാണേണ്ട സിനിമ തന്നെയാണ് അല്ലെ? തീർച്ചയായിട്ടും ജനങ്ങൾ കാണണം. വെറുതെ കണ്ടു മറക്കേണ്ട സിനിമയല്ല, ഇതിലൊരു മെസ്സേജ് ഉണ്ട്. നല്ല നന്നായിട്ടുണ്ട് പടം. ഞാൻ കണ്ടല്ലോ, പടം നല്ല പടമാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും കാണുക, പടം വിജയിപ്പിക്കുക. വേറെ ഏതൊക്കെയാ സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഷൂപ്പിയാൻ അങ്ങനെ പറഞ്ഞ പടങ്ങൾ ഒരു 3-4 ഉണ്ട്. ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്? കൊച്ചിക്കാരനായിട്ടില്ലല്ലോ, നാട്ടിൽ തന്നെയല്ലേ? നാട്ടിൽ തന്നെ. എന്റെ നാട്ടില് പൈക്കള കയറുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ട്. അല്ല, സിനിമാക്കാരനായ കൊച്ചിയിലോട്ട് മാറണം എന്നൊക്കെയാണല്ലോ. എനിക്ക് 4 കച്ചവടക്കാരനായാൽ മതി. ഇപ്പോഴും നാട്ടിലെ പഴയ ആള് തന്നെയാണ് അല്ലേ? ക്യാരക്ടർ തന്നെയാണ്. 3-4 സിനിമ വന്നു, അതൊക്കെ എനിക്ക് പറ്റാൻ ഒഴിവാക്കി. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു ക്യാരക്ടറാണ് കണ്ടുപിടിക്കേണ്ട കഥാപാത്രം. അതെ, അത് തന്നെ. അത് മാറ്റിയ പരിപാടിയില്ല. അപ്പൊ എന്തായാലും സിനിമ പ്രഷർ സ്വീകരിക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞ ഇത് ഒരു ചർച്ചയാവട്ടെ. ഈ പറഞ്ഞ പോലെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ പറയും പൊരുതി കളിക്കാന്ന് പറയും. പൊരുതിയിട്ട് പോയാൽ പോട്ടെ നോക്കാന്ന് പറയും. അതെ, അതെ.
അപ്പോൾ ഒരു പൊരുതലാണ് ഈ സിനിമ, ഒരു പൊരുതലാണ്, ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പൊരുതലാണ്. അപ്പോൾ ബാക്കി ഇതിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിലല്ല, റിയൽ ലൈഫിലാണ് ഇതിന്റെ ഇമ്പാക്ട് വേണ്ടത്. അതാണ് അത് സംഭവിക്കും എന്നാണ് കേരള സമൂഹത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. Okay. കാരണം ഒരുപാട് എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ സമൂഹം ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഇത് ഒരുമിക്കുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നന്മ ജയിക്കട്ടെ. താങ്ക് യു സർ. അപ്പോൾ താങ്ക് യു. ഓക്കെ താങ്ക് യു.